അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ എന്താ പറയുക തേങ്ങയുടെ വലിപ്പമുള്ള നമ്മുടെ വഴുതനങ്ങയും പിന്നെ ഉരുളക്കിഴങ്ങും ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഒരു എന്താ പറയുന്നത് ഒരു 4 മണി പലഹാരമെന്നോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിന്റെ പുറത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മറ്റേ ഉരയ്ക്കുന്ന സുനയിൽ വെച്ചിട്ട് ഇത് രണ്ടും ഒന്ന് ഉരച്ച് ഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇത് വെള്ളത്തിൽ തന്നെ ഇടണേ, അല്ലെങ്കിൽ കറുത്തു പോകും. നമ്മൾ എല്ലാം റെഡി ആക്കി വരുമ്പോഴത്തേനും ഈ രണ്ട് സാധനത്തിന്റെ അങ്ങനത്തെ അസുഖമുണ്ട്. അതെ, ഈ തൊലിയുടെ കളർ തന്നെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇടുക, ഒരു നുള്ളു ഉപ്പിടുക, എന്നിട്ട് ബാക്കി പരിപാടി കാണാം. അപ്പൊ നമ്മളത് വഴുതനങ്ങയും നമ്മുടെ ഉരുളക്കിഴങ്ങും മറ്റേ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വഴുതനങ്ങയുടെ അകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി, വലിയ ഒത്തിരി കൂടുതലൊന്നും വേണ്ട, ഒരു നുള്ളു ഉപ്പ് ഇട്ട് എന്നിട്ട് വെച്ചിരിക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇടുക, നന്നായിട്ട് അത് പിഴിഞ്ഞു കേട്ടോ. നമ്മുടെ ആ വലിയ വഴുതനങ്ങയില്ലേ അത് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ചെറിയ വഴുതനങ്ങ വെച്ചും ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ തൊലിക്കട്ടിയല്ല മാംസത്തിന് കട്ടിയുള്ളത് നമ്മുടെ വലിയ വഴുതനങ്ങയ്ക്ക്. അത് നമുക്കുണ്ടല്ലോ, നമുക്ക് മെഴുക്കുവരട്ടിയും അല്ലെങ്കിൽ തോരനോ അങ്ങനെയൊക്കെ വെക്കാൻ അത് പറ്റും. നമ്മളെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വഴുതനങ്ങ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതെ എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു മേളിൽ കൊടുത്തേക്കാതെ ഒന്ന് കണ്ടു. അപ്പൊ ഇതൊന്ന് നമ്മളിങ്ങനെ ഊട്ടി റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും കൂടെ അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ പൊട്ടറ്റോ നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല, പച്ച തന്നെയാണ്, രണ്ടും പച്ചയാണ്. അതെ. അപ്പൊ ഇതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി അങ്ങോട്ട് എടുക്കുക. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് എടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. അതിനെന്നെ നേരം വേണം, തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ചുമ്മാ ചുരണ്ടിയ വലിയ പണിയൊന്നുമില്ല. വൈകുന്നേരം സീരിയലൊക്കെ കാണുന്ന സമയത്ത് കുത്തിയിരുന്ന് ചുരണ്ടുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു 2-3 സാധനങ്ങളിട്ട് കടാന്ന് പറഞ്ഞ സംഭവം റെഡിയാക്കി എടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമ്മൾ ഇതിന്ന് മുഴുവൻ ഒന്ന് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. നമ്മളപ്പോൾ ഉണ്ടല്ലോ ഇതേ എല്ലാ സാധനവും നമ്മളിവിടെ വെള്ളമൊക്കെ എന്താ പറയുക ഞെക്കി പിഴിഞ്ഞ് റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ അതിന്മാർക്ക് ഇച്ചിരി കൂട്ടിന് കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ തക്കാളി, ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളത് കടകടാന്ന് ചെറുതായിട്ട് അരിഞ്ഞ സാധനമാണ്. പിന്നെ പച്ചമുളക്, ഇത് അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. ഒരു 2 പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതെ, പിന്നെ നമ്മൾ മല്ലിയിലയാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ ഒരു ഒന്ന് ചെയ്ത് നോക്കുക, കഴിക്കാത്തവര് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. സ്ഥിരം കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, കാര്യം നമ്മൾ തെളിയിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത്ര സാധനം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കൂട്ടത്തില് നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കോഴിമുട്ടയാണ് 2 എടുക്കുക. ചെറുത് വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. പിന്നെ നാടൻ കോഴിമുട്ട കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. നമുക്കിവിടെ നാടൻ കിട്ടാൻ വലിയ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 4 എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ മുട്ടയെ നമ്മൾ പൊട്ടിച്ചങ്ങ് ഒഴിക്കുകയാണ്. കാര്യം ഇത് നല്ല തൊലിക്കട്ടിയല്ല, തോടിന് നല്ല കട്ടിയുള്ള മുട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് തോടൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടി വീഴും. അപ്പോൾ നമുക്ക് ചെറിയൊരു കുഞ്ഞ് തോട് അതിൻ്റെ വീഴും. അപ്പോൾ നമുക്ക് കളഞ്ഞേക്കാം. ചില സമയത്ത് കിട്ടുന്ന മുട്ടയ്ക്കുണ്ടല്ലോ കോഴി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്. അപ്പൊ എല്ലാത്തിനും കൂടെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. അതെ, നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും എന്താ പറയുക മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നൊരു പൊടി എന്ന് വെച്ചാൽ നമ്മുടെ മൈദയാണ്. അപ്പൊ മൈദയുടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്കിത് ഇളക്കി അതിന്റെ ഒരു അളവുണ്ടല്ലോ. അതായത് നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ വഴുതനങ്ങയ്ക്കകത്തും ഉരുളക്കിഴങ്ങിനകത്തൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെ എന്താ പറയുക നല്ല ഒരു ഇതിൽ കിട്ടണം. ആ പരുവത്തിൽ വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്, വേറെ വെള്ളമൊന്നും വേണ്ട. അപ്പൊ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മൈദ
കുറേശ്ശെ മൈദ ഇടുക, ഇളക്കുക. എന്നിട്ട് നമുക്ക് അതിനൊരു ക്വാണ്ടിറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എടുക്കുന്ന ഈ സാധനങ്ങൾക്ക് അത് എത്രമാത്രം വെള്ളം ഉണ്ടെന്നനുസരിച്ചിട്ടിരിക്കും. അതെ, ഉരുളക്കിഴങ്ങ് നമുക്കിപ്പോൾ ഒരു കപ്പ് ഉരുളക്കിഴങ്ങെന്ന് നമുക്ക് പറയാൻ പറ്റും, 1 കിലോ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്കത് മൈദ ചെയ്യാൻ. അതെ, കുറച്ചുകൂടെ മൈദ വേണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ ചിലപ്പോൾ മേടിക്കുന്ന ഉരുളക്കിഴങ്ങിനുണ്ടല്ലോ നല്ല വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലുമായിരിക്കും. അതെ, ഇപ്പൊ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇപ്പൊ നമുക്കിവിടെ കിട്ടുന്ന ഈ കിളിപ്പ് തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ മുട്ടയുടെ ആ ഒരു വാട്ടറി കൺസിസ്റ്റൻസി എല്ലാം കൂടെ ഉള്ളതുകൊണ്ടല്ലോ നമുക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഇത് കുഴച്ചെടുക്കാം. അപ്പൊ കുഴച്ചെടുക്കുമ്പോ നമുക്കൊന്ന് പിടിക്കാനുള്ളൊരു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. അപ്പൊ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് അപ്പൊ അതെ, നമ്മുടെ സാധനം നമ്മളെല്ലാം സെറ്റപ്പ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ചീനച്ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് എണ്ണ, നമ്മുടെ എന്താ പറയുക കുക്കിംഗ് ഓയിലേ. അപ്പൊ ഇപ്പൊ നമ്മൾ റൈസ് ബ്രാൻ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റൈസ് ബ്രാൻ ഓയിൽ ആകുമ്പോഴത്തേക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൺഫ്ലവർ ഓയിലിന് ഉള്ള പോലെ ഒരു ഗ്രീസി എഫക്റ്റ് ഒന്നും ഇല്ല, നമ്മുടെ ഒട്ടിപ്പിടിക്കുന്നില്ല. അടിപൊളി സാധനം കേട്ടോ. നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കട്ടിയല്ല എന്നാൽ ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് എന്താ പറയുക, ഇനി നമുക്ക് തീ ഒന്ന് വേണം ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച്. ഇപ്പൊ എണ്ണ നല്ല ചൂടായിരിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് ഒത്തിരി ചൂട് വേണ്ട, ചൂടില്ലാതെ നമുക്ക് എണ്ണ നല്ല ചൂടായത് കൊണ്ട് ഇപ്പൊ ഇനി നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് റെഡിയാക്കി. നമ്മുടെ ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുക എങ്ങനെ വേണം ചെയ്യാം. ഇപ്പൊ നമുക്ക് 4 എണ്ണ ഇടാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേർപെടുത്തി കൊടുക്കണം. വേർപെടുത്തി കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ നമ്മൾ ഇളക്കുന്ന സാധനത്തിൽ അതെല്ലാം പറ്റി പിടിക്കും. അപ്പൊ അതുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ അതൊന്ന് റെഡിയായിട്ട് എന്നിട്ട് നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ അതേ നമ്മളുണ്ടല്ലോ തിരിച്ച് മറിച്ച് വിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കിയത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി നമുക്കിതിൻ്റെ എണ്ണയൊന്ന് വാർന്നു പോകാനായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലിട്ട് വെക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിവട പോലൊക്കെ എത്തിയിരിക്കുന്നത്. അതെ, ഇതിനകത്ത് വേണേ നമുക്ക് സവാള കൂടെ ചേർക്കാം കേട്ടോ. സവാള ചേർത്തിട്ടില്ല, അപ്പോൾ ഓപ്ഷനാണ്. സവാള ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് ഇതിൻ്റെ എണ്ണയൊന്ന് വാർന്നു പോട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതുപോലെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എണ്ണ വാർന്നു പോകുന്ന എടുക്കാൻ നേരമല്ലേ ഇതിന്, അപ്പോൾ ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് പച്ചക്ക് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, നമ്മുടെ മറ്റേ വെള്ളത്തിലിട്ട് വെക്കുക, അതിനകത്ത് സ്വല്പം ഉപ്പ് ചേർക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക വഴുതനങ്ങ, അത് മറ്റേ തൊലിക്കട്ടി അല്ല അതിന് തൊലിക്ക് ഇച്ചിരി കട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ തൊലിക്കട്ടി ഇതേ പറഞ്ഞത്. അപ്പോൾ അത് വണ്ണമുള്ള സാധനം കൂടെ എടുത്തിട്ട് അതെ അതെ മറ്റേതുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചുരണ്ടുമ്പോഴത്തേക്ക് അതിന് ഒരു ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അത് ശരിയാതില്ല, ചുരണ്ട നമുക്ക് കിട്ടത്തില്ല. അത്രയുള്ള അതിനകത്ത് കാര്യം. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്ക്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നത്. അതന്നെയല്ല ചില കുഞ്ഞുങ്ങൾ ഉരുളക്കിഴങ്ങ് കഴിക്കുമായിരിക്കും, പക്ഷേ വഴുതനങ്ങ കഴിക്കുന്നതും വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു വടയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പക്ഷെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അവർക്ക് ഇപ്പോൾ ടിഫിൻ ബോക്സിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വേണമെങ്കിലും കൊടുത്തു വിടാം, ഒരു കുഴപ്പമില്ല. പിള്ളേർക്ക് അറിയത്തുപോലും വഴുതനങ്ങയാണോ ഉരുളക്കിഴങ്ങാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എരിവ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം മുളക് പൊടി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ എന്താ പറയുക നമ്മുടെ ആ സാധനത്തിൻ്റെ വരുന്നത് ഗരം മസാല കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറ്റിയൊക്കെ എടുക്കാം. നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ബേസിക് ലെവലിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ആർക്ക് വേണേലും ഇഷ്ടപ്പെടും. നമുക്ക് ചായയുടെ കൂടെ വേണേലും ഒരു കടിയായിട്ട് കൂടിയിരിക്കും. അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കാം. ചൂടുണ്ട്, പക്ഷെ നല്ല മൊരുമൊരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ
ഒരു ചെറിയൊരു നമ്മൾ സാധാരണ പരിപ്പോടെയോ അല്ലെങ്കിൽ ഉഴുന്നോടെയോ ഉള്ളിവടെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്താ പറയുന്ന അതിൻ്റെ മാത്രം ടേസ്റ്റ്. ഇപ്പോൾ ഈ തക്കാളി ചിലപ്പോൾ ചെറിയൊരു പുളി പൊടിക്കുന്നത് വരും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചേർത്ത് ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. എടുക്കാച്ച സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റായിട്ട് എഴുതുക. ആരും കമൻറ്റൊന്നും എഴുതുന്നില്ല. ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതും എഴുതിക്കോ. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം എഫർട്ടൊക്കെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ പരിപാടി നിർത്തിയേക്കാം. അപ്പം എന്തായാലും കൊള്ളാം. കമൻറ്റ് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പം അടുത്തൊരു അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.